ഇപ്പൊ ശരിക്കും നമ്മുടെ മലയാളി പ്രേക്ഷകർ മൊത്തം ഫാൻ BK നാരായണൻ സാറിന്റെ ആണ് അല്ലെ? ശരിക്കും അദ്ദേഹത്തിന്റെ വരികൾ ഭയങ്കര രസം അല്ലെ, ഭയങ്കര ടച്ചിങ് ആണ് അദ്ദേഹം. ഭയങ്കര സ്പീഡായി ഹരിയേട്ടനോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളി ഒരിക്കൽ മേടമാസം എന്നൊരു സോങ് എഴുതിയിട്ടുണ്ട് എൻ്റെ തന്നെ. അൽമല്ലു എന്ന് പറഞ്ഞ ബോബൻ സാമുവൽ ഡയറക്ട് ചെയ്ത പടത്തില് ആ പാട്ട് എഴുതിയിട്ട് ഫുൾ ലിറിക്സ് ഒറ്റ കോളില് 40 മിനിറ്റ്സിൽ പല്ലവി അനുപല്ലവി ഒക്കെ എഴുതി കഴിഞ്ഞു. എന്നിട്ട് അവസാനം പറയണം, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ കണ്ണിൽ ഞാൻ മരുന്ന് ഒഴിച്ചിട്ട് കണ്ണടച്ചിട്ടിരിക്കുക, ഞാൻ എവിടെ ഇത് എഴുതുന്നു. ഇവിടെ വന്നപ്പോ ഇത് തന്നെ പറഞ്ഞു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് എന്റെയൊക്കെ ചിന്ത എന്നാന്നറിയോ, ഒരു വരികൾ എഴുതുമ്പോ ഇങ്ങനെ ഏകാന്തതയിലിരുന്ന് ഒരു സ്പെഷ്യൽ മൂഡ് അങ്ങനെയൊക്കെ ആയിരിക്കും ലിറിക്സ് എഴുതുന്നത്. എവിടെ വന്ന് കണ്ണടച്ചിരിക്കുമ്പോ ഞാൻ എഴുതും. അത് എന്റെ പാട്ടാണെന്നാ കണ്ണടച്ചിരുന്ന വെരി ഗുഡ്. പിന്നെ ഒരിക്കൽ മാളികപ്പുറം ചെയ്തിട്ട് അതിൽ ചേച്ചി കണ്ട മൂവിയല്ലേ മാളികപ്പുറം, അതിൽ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച് സൈജു ചേട്ടന്റെ ക്യാരക്ടർ മരിച്ച് ഉള്ള സമയമുണ്ട്, ചെത കത്തുന്ന സമയം, ആ കുട്ടി മാല ഊരുന്ന സമയം. അപ്പോൾ അവിടെ ഞാൻ ഫ്ലൂട്ട് ബിറ്റ് കൊണ്ട് BGM ആണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹരിനാരായണൻ ചേട്ടൻ നങ്ങേലി പൂവയുടെ വേറൊരു വേർഷൻ എഴുതാനായിട്ട് സ്റ്റുഡിയോയിൽ വന്നതാണ്. അപ്പോൾ ഈ വിഷ്വൽ ചുമ്മാ ഞാൻ കാണിച്ചു കൊടുത്തു. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വിഷ്വൽസ് ആണല്ലോ, അപ്പോൾ അത് സാധാരണ വേറെ ഒരാൾക്ക് കൊള്ളുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട് വിഷമം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പുള്ളി പറഞ്ഞു, എടാ ഇത് നന്നായിട്ടുണ്ട്, പക്ഷേ ഈ ഫ്ലൂട്ട് അല്ല അവിടെ വരേണ്ടത്, ഞാൻ ലിറിക്സ് ചെയ്താൽ വേണ്ട ഫ്ലൂട്ടിൻ്റെ വായിച്ച സെയിം മെലഡി പുള്ളി അപ്പോൾ തന്നെ 5 മിനിറ്റിൽ വെച്ച് താരകാംബരമേ ജപമാലയൊരുകയോ എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിൽ ഇങ്ങനെ നടന്ന് പുള്ളി തിരിച്ച് ബാൽക്കണിയിൽ നിന്ന് വന്നത് വരികളുമായിട്ടാണ്, 6 വരികളുമായിട്ടാണ് വന്നത്. ശരിക്കും അതെന്ത് ഫീൽ ചെയ്യും അല്ലേ? ശരിക്കും അത് ഭയങ്കരമായിട്ട് ആ സിനിമയ്ക്ക് പുൾ ഓഫ് ചെയ്തു, ആ പടത്തിനെ ഭീകരമായിട്ട് സപ്പോർട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും അല്ലേ ഉള്ളില്. എന്റെ ദൈവമേ, ഇൻബോൺ ടാലന്റ് ഭഗവാൻ അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്ന. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അൽഫോസ് പുണ്യാളനെ കൈ പിടിച്ചേക്കുമല്ലേ, ഇനി ഇവിടെ ഹിന്ദി വരെ എത്തി നോർത്തോ. നൊവേന കൂടാൻ പുണ്യാളിനോട് ഞാൻ പറയാറുണ്ട്, ഞാനൊരു ദൂതനായിരിക്കും, ഞാൻ പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറയുന്നത്. തമ്പുരാനെ നല്ലതല്ലേ ഇത്? ഈ പറഞ്ഞ പോലെ ഇതെല്ലാരും കേട്ടല്ലോ അല്ലേ, അതുകൊണ്ട് എല്ലാരും ചൊവ്വാഴ്ച പള്ളിയിൽ പോക്കോ, തമ്പുരാൻ കൈ വിടുകയില്ല. ഇനിയിപ്പോ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യം പോയി ബാക്കി വർത്താനം പറഞ്ഞാലോ? ഓക്കെ മോളെ. സ്പെഷ്യലാണ്, പക്ഷെ എനിക്കൊരു വാക്ക് പാലിക്കാനുണ്ട്. ഞാനല്ല, എനിക്ക് അവിടുന്ന് പെൻഡിങ് ഉള്ളൊരു പാട്ടുണ്ട്, എനിക്ക് പാട്ട് പാടിത്തരാന്ന് പറഞ്ഞില്ലേ, അത് മോള് പറ, ഒരു നല്ല സജഷൻ ആരൊക്കെ പണ്ട് പാടി കൊടുത്തുകൊണ്ടിരുന്നു ഫോണിൽ കൂടെ പ്രേമിക്കുന്ന സമയത്ത് ഏതോ വാർമുകിലിൽ പാടി കൊടുക്കും രാത്രി, അത് പാടിയാൽ പേഴ്സണൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, കല്യാണം കഴിച്ചു പബ്ലിക് ആയല്ലോ, പാട്ടും പബ്ലിക് ആവാം, കുഴപ്പമില്ലല്ലോ അല്ലേ. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഇന്റർഫിയർ ചെയ്യാത്ത. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ, ജീവനിൽ അമൃതേ കാനായി വീണ്ടും എന്നിൽ ഏതോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. എനിക്ക് എന്നെ ഇഷ്ടം പാട്ട് കേൾക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ അടുക്കളയിലൊക്കെ ഇല്ലേ ഈ പാട്ട് വെച്ച് വെച്ച് കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് എപ്പോഴും ഒരു റേഡിയോ ഉണ്ട്. എനിക്ക് റേഡിയോ ഭയങ്കര ഇഷ്ടമായി. രാവിലെ എണീച്ച് ചായ കുടിക്കുന്ന സമയം പത്രം വായിച്ച് റേഡിയോയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, എസ്പെഷ്യലി ആകാശവാണി. സത്യം അത് ഭയങ്കര രസമല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി മെലഡീസ് റാപ്പിനെക്കാട്ടിലും ഒക്കെ കേൾക്കാനുള്ളതും ഇമ്പമുള്ളതും ഒക്കെ അങ്ങനത്തെ പാട്ടല്ലേ. പിന്നെ രാത്രി കിടക്കാൻ നേരം നല്ലൊരു സ്മൂത്ത് പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെ വേണ്ട നമ്മൾ കുഞ്ഞിനറിയാമോ അത്ര മതി. ഞാൻ പാടുന്നില്ല, ഞാൻ പാടി തെറ്റിക്കും, കേൾക്കാനേ ഇഷ്ടമുള്ളൂ എനിക്കതെല്ലാം. മോള് ഇനിയിപ്പോ പാടുമല്ലോ അല്ലേ പാട്ടില് ഫിലിമിലൊക്കെ പാടിപ്പിക്കാം. അതെ, എന്റെ ആ ഒരു പിച്ചില് വന്നാൽ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചില്ലേ, അങ്ങനെ ആവട്ടെ. ഇങ്ങനത്തെ ദൈവം അനുഗ്രഹിച്ചും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും അന്തോണീസ് പുണ്യാളന്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെ അങ്ങ് എത്തിയില്ലേ. ആ ഒരു എന്താ പറയാ, പിന്നെ കുട്ടികൾക്ക് ചാൻസ് കൊടുക്കുന്നത് എല്ലാരും ചെയ്യാത്ത ഒരു കാര്യം. അപ്പൊ തമ്പുരാൻ നോക്കുമ്പോൾ നല്ല കാര്യവും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ എത്രയായാലും അതിന്റെ ഒരു ബ്ലെസ്സിങ് ദൈവം തമ്പുരാൻ തരട്ടെ, ഒരു ബിസി മ്യൂസിക് ഡയറക്ടറായി മാറട്ടെ. അതാണ് എന്റെ ആഗ്രഹം, ഞങ്ങളുടെ പ്രേക്ഷകരുടെ ആഗ്രഹം. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് കൂടെ ഉണ്ടാവും കേട്ടോ.